വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ബാക്ക് കാണുന്നതൊക്കെ ഞാൻ വെറുതെ സിനിമ ഡയലോഗ് പറയല്ല. കഴിഞ്ഞ ദിവസം മാത്സിന്റെ എക്സാം ആയിരുന്നു SSLC-യിൽ. അവർക്ക് വേണ്ടി പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണിത്. ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. സോ നാളെ നിങ്ങൾക്ക് വരാൻ പോകുന്ന സകല ക്വസ്റ്റ്യനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പെയർസ് ഓഫ് ഇക്വേഷനിൽ നിന്നും 2 നമ്പറിന്റെ സമ്മും ഡിഫറൻസും തന്നിട്ട് ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് 100% എന്താണ് നിങ്ങളോട് ചോദിച്ചിരിക്കും. ഇത് പഠിക്കാണ്ട് ഒരുത്തനും എക്സാം ഹാളിലേക്ക് പോകാൻ നിൽക്കണ്ട. ഇനി അടുത്തതായിട്ട് വരുന്നത് 2 സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ ഒന്നെങ്കിൽ പെന്നും പെൻസിലും കസേരയും മേശയും അല്ലെങ്കിൽ ഒരു നമ്പറും വേറൊരു നമ്പറും തമ്മിൽ കൂട്ടി കുറച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ എന്താക്കരുത്, എക്സാം ഹാളിലേക്ക് പോവുകയേ ചെയ്യരുത്. അതാണ് ഞാൻ പറഞ്ഞത്. പെന്നിന്റെയും പേനന്റെയും വിലയാവാം, അല്ലെങ്കിൽ എന്താ നമ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. പിന്നെന്താ, ഒരു ഏജിന്റെ പ്രോബ്ലം നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ഏജിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. മിക്കവാറും ഈ ഒരു രീതിയിലായിരിക്കും ചോദ്യം വരുന്നത്. രാജു അദ്ദേഹത്തിന്റെ മോനും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചോദ്യം വരും. അടുത്തതായിട്ട് നമ്മൾ എന്താണ്, പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകളിലേക്ക് വരുമ്പം 3 or more പാരലൽ ലൈൻസ് തന്നിട്ട് അതിന്റെ ഇടയ്ക്ക് 2 വര വരയ്ക്കും. എന്നിട്ട് ഇതിലൊരു 3 ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ട് 4ാമത്തെ കാണാൻ പറയും. അല്ലെങ്കിൽ ഇതേ സാധനം എങ്ങനെയും വരാം, ഒരു ട്രയാങ്കിളിന്റെ കേസിലേക്ക് ആക്കിയിട്ടും വരാം. അതായത് ഇവിടെ എങ്ങനെയാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളും ഉണ്ടാവും. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈനും വരയ്ക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ ചില ലെങ്ത്തുകൾ തരും, ചില ലെങ്ത്തുകൾ തരില്ല. അത് എങ്ങനെ ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആൻഡ് അടുത്തതായി ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ 15 ആണ്. സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 4:3. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാണ്ട് ഒരു കുട്ടിയും നാളെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ പോലും പ്രശ്നമല്ല. എന്താണ്, ഈ ഒരു ചോദ്യം പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ആൻഡ് ഇതേ ചോദ്യം തന്നെ മേ ബി എവിടെയും വരാം. ട്രയാങ്കിളിന്റെ കേസിൽ വരാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, അതിന്റെ പെരിമീറ്റർ ഇന്നതാണ് ആൻഡ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഇതാണ്. ഇതും 100% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും സാറേ ഇതെന്താണ് ഇതിൻ്റെ ഒന്ന് ആൻസർ പറയാണ്ട് പോകുന്നത്? എടാ ഇതിൻ്റെ ഒക്കെ ആൻസർ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ 1.5 മണിക്കൂർ ഉണ്ടാവും. സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അവെയർ ചെയ്യാണ്, ഇന്ന ഏരിയകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന്. അല്ലാണ്ട് ചില കുട്ടികളുടെ ഇങ്ങനെ കാട് കയറി പഠിച്ചു പോകുന്നത്. അങ്ങനെ പഠിക്കാനുള്ള ടൈം അല്ല ഈ ലാസ്റ്റ് നിമിഷം. നമ്മളുടെ കയ്യിൽ ടൈം വളരെ വളരെ കുറവാണ്. സോ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളതിൽ ഞാനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി തരികയാണ്. സാർ അപ്പോൾ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂലേ? ഉറപ്പായിട്ടും ഇതല്ല, ഇതിനേക്കാൾ അധികം നമ്മൾ പറഞ്ഞു തരും. എപ്പോ? ഇന്ന് രാത്രി കൃത്യം 7:15 എന്തുണ്ട്, നമ്മളുടെ മാത്സ് ലൈവ് ഉണ്ട്. അതിൽ നമ്മൾ എന്താ ഒന്നും അറിയാത്ത ഒരു കുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, മാത്സിൽ ഒരു 75+ കിട്ടുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കും. ഉറപ്പാണ്. സോ നിങ്ങളുടെ ചങ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും മാത്സിൽ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവർക്ക് ഈ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തോളൂ. സോ അടുത്തതായിട്ട് വരാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ചോദ്യമാണ്. അതായത് ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കുറച്ച് ബന്ധങ്ങൾ കാര്യങ്ങളുണ്ട്. ഇത് എന്ത് സംഭവിച്ചാലും വരും കേട്ടോ. എന്ത് സംഭവിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വരും. നാളെ നിങ്ങൾ എക്സാമിന് കുളിക്കാതെ പോയാലും എനിക്ക് കുഴപ്പമില്ല. ഈ ഭാഗം പഠിക്കാതെ പോരുത്. ഇത് ഞാൻ നിങ്ങൾക്ക് അരച്ച് കലക്കി കുടിപ്പിച്ചു തരാം. എപ്പോൾ? രാത്രി. എന്താണ് ഇവിടെ ഉള്ള കണക്ഷൻ? വെരി വെരി സിമ്പിൾ ആണ്. ആൻഡ് അടുത്തതായിട്ട് വരുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, ന്യൂ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ യെസ് ഇങ്ങനെ കോണിപ്പടി കയറി പോകുന്ന മാതിരി ഒരു ഫിഗർ വരും. ഇതെന്താ ഒച്ചോ സാറേ എന്ന് ചോദിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യായിരിക്കും ചെയ്യുക. ഇത് പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കാതെ പോരുതടാ. ഇതെന്തൊരു ഈസിയാണെന്നുള്ളത് ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു പ്രോബ്ലം 100% വന്നിരിക്കും. അടുത്തതായിട്ട് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. ആ ട്രയാങ്കിളിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ആൻഡ് ഇവിടെ 2 ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ലെങ്ത് തരും, ബാക്കിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സാധനമാണ്. ഇഫ് യു ആർ വില്ലിങ് ടു സ്റ്റഡി, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ പഠിപ്പിക്കാൻ ഞാൻ റെഡിയുമാണ്. അടുത്തതായിട്ടും യെസ്, ഓരോ ട്രയാങ്കിൾ തരുന്നു. ആ ട്രയാങ്കിളിൻ്റെ പല ലെങ്ത്തുകൾ തരുന്നു. ഇവിടെ എന്താ പറഞ്ഞത്, ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണാണ്. ഒരു സൈഡ് 4 അങ്ങനെയെങ്കിൽ ഇവിടെ എന്തൊക്കെയോ നമുക്ക് കണ്ടുപിടിക്കാണ്ട്. ഇതൊക്കെ ഒരു സിമ്പിൾ കൺസെപ്റ്റിൻ്റെ ബേസിലാണ് പോകുന്നത്, പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്
അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? റെഡി. അടുത്തത് എന്താണ്? ഇത് എൻ്റെ മോനെ നമ്മൾ റേറ്റിംഗ് കൊടുക്കൂലേ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പലതിനും റേറ്റിംഗ് കൊടുക്കൂലേ? ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള പ്രോബ്ലം തന്നെയാണ് ഈ കാണുന്നത്. അതായത് ഒരു സ്ക്വയർ വരയ്ക്കണം, അതിൻ്റെ ഏരിയ 5 ആവണം അല്ലെ 13 ആവണം. ആ ഒരു രീതിക്ക് ഭയങ്കര രസമുള്ള പ്രോബ്ലമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രോബ്ലം ചെയ്യുക. ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോരുത്. നിങ്ങൾ നാളെ എക്സാം ഹോളിൽ പോകുമ്പോൾ പല്ല് തേച്ചില്ല എനിക്കൊരു പ്രശ്നവുമില്ല. ഇത് നിങ്ങൾ പഠിക്കാതെ പോരുത്. ആൻഡ് ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് അറിയുന്ന കമൻറ്റ് ചെയ്യേ. സോ അടുത്തതാണ് 2 നാച്ചുറൽ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് തരും ആൻഡ് അവരുടെ സമ്മും തരും. എങ്കിൽ എന്താ ചോദിക്കുക? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അതായത് 2 നമ്പർ നമുക്ക് തരും, അവരുടെ പ്രൊഡക്റ്റും തരും, സമ്മും തരും. നമുക്കറിയേണ്ടത് ഈ നമ്പറിനാണോ? അല്ല, ഈ നമ്പറിൻ്റെ 2 എണ്ണത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള നമ്പർ അവരുടെ പ്രൊഡക്റ്റാണ് അറിയേണ്ടത്. അതിനുള്ള നാക്ക് എന്താണ്? ആ ചോദ്യം വരുന്നു. ആൻഡ് 2 നമ്പറിൻ്റെ സമ്മും ഡിഫറൻസും തന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിക്കും. എക്സാം ഹോളിൽ നിങ്ങൾ വിചാരിക്കും, ഓ എന്താ ഇത് പേർഷ്യൻ ലിപിയോന്ന്. അങ്ങനെ അല്ലടാ, സിമ്പിൾ. ഒരു 3 മിനിറ്റ് തന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പഠിപ്പിച്ചു തരാൻ പറ്റും. ആൻഡ് 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ മൈൻഡ് ഒന്ന് മാറ്റി പഠിക്കാൻ പറ്റൂല എന്നുള്ള പറ്റും ഒന്ന് വിശ്വസിക്കുങ്ങളെ. എപ്പോഴോ ചെറുപ്പത്തിൽ കുടുങ്ങിപ്പോയതാണ് ഒരു പേടി, എനിക്ക് പറ്റൂലെന്ന്. അത് അങ്ങനെ അല്ല. ഇപ്പം നിങ്ങൾ വലിയ ആൾക്കാരായി, ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട്, പഠിപ്പിക്കാൻ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അടുത്തതായിട്ട് കലണ്ടറിലെ 4 നമ്പേഴ്സ്, അടുത്തടുത്തുള്ള 4 നമ്പേഴ്സ് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ അടയാളപ്പെടുത്തും. ആൻഡ് ഇവിടെ ഒരാൾ മിസ്സിങ് ഉണ്ടാവും, ആ ആളെ നമ്മൾ കാണണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് നമ്പർ ആസ് എക്സ്. ആദ്യത്തെ നമ്പർ ഇവിടെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആൻഡ് അടുത്ത നമ്പർ ഏതാണെന്ന്. ഒരു കലണ്ടറിൽ ഇവിടെ 10 ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും? 11 ആയിരിക്കില്ല തീയതി. അപ്പോൾ ഇവിടെ എക്സ് ആണ്, ഇവിടെ x+1. ഇനിയിപ്പോൾ ഒരു കലണ്ടറിൽ ഇത് തിങ്കളാഴ്ച ആണെന്ന് വിചാരിക്കുക. 5-ാം തീയതി തിങ്കളാഴ്ച, അല്ലെ 3-ാം തീയതി തിങ്കളാഴ്ച. നേരെ താഴെ എന്താ വരിക? അടുത്ത തിങ്കളാഴ്ച 10-ാം തീയതി. 7 ദിവസം കൂടും അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ആണ്, അതിനെക്കാട്ടിൽ 7 കൂടും. എന്തോ ഒരു സിമ്പിളുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മലയാളത്തിലുള്ള പ്രോബ്ലം ഇവിടെ തന്നെ ഉണ്ട്. സോ ഇത്രയും ഏരിയകൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 75+ മാർക്ക് നിങ്ങൾക്ക് 100% ഉറപ്പാണ്. എൻ്റെ ഭാഗത്തു നിന്നുള്ള 101% എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് രാത്രി കൃത്യം 7:15 വരും. അതോടെ തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ തീരൂല. ഇന്ന് എനിക്ക് ഉറക്കില്ല, സത്യമായിട്ട് പറയാം. അത് ഞാൻ വെറുതെ ഓവറാക്കി പറയല്ല. ഇന്ന് നിങ്ങളെ ലൈവ് തീർന്നാലും എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് വന്ന് കമ്മ്യൂണിറ്റിയിലും ചാനലിലും ഒക്കെ ഇടുന്നു. അതുപോലെ പിന്നെ വീഡിയോസ് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് 10ാം ക്ലാസ്സിൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഫുള്ള് നമ്മളുടെ വീഡിയോസ് ഇപ്പം മേ ബി മാറിയിട്ടുണ്ടാവും. കുറച്ചൊന്ന് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുൾ വീഡിയോസ് ആണ്. വെറുതെ ഒന്ന് കണ്ടു നോക്കി. അതൊക്കെ അവിടെ പ്രെഡിക്റ്റ് ചെയ്തതും വന്നതുമാണ്. നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യും ഞാൻ. അതൊക്കെ നിങ്ങൾക്ക് വരികയും ചെയ്യും. ഇന്ന് രാത്രി നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. ഇന്ന് നമ്മളുടെ രാത്രിയാണ് അല്ലേ? നിങ്ങളുടെയും എൻ്റെയും രാത്രിയാണ് ഇന്ന് വരാൻ പോകുന്നത്. പൊളിച്ച് അടക്കി കൊടുക്കണം നമുക്ക്. ഓക്കെ ആണല്ലോ? റെഡി. സോ നിങ്ങൾ ജസ്റ്റ് ഒരൊറ്റ കാര്യം മാത്രം കമൻറ്റ് ചെയ്യുക. വരാൻ പോകുന്ന നാളത്തെ മാത്സ് എക്സാമിന് എത്ര മാർക്ക് കിട്ടണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയണം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ കുറച്ചേ പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ എനിക്ക് സാറേ ഒരു 30 മാർക്കേ കിട്ടൂ. അങ്ങനെയല്ല. പഠിച്ചിക്കോ അല്ലേ എന്നുള്ളത് പോട്ടെ. നിങ്ങളുടെ ഒരു ആഗ്രഹം, നാളത്തെ എക്സാമിന് എത്ര മാർക്ക് നേടാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വാങ്ങൂടാ, എല്ലാവരും നല്ല മാർക്ക് വാങ്ങും. സോ രാത്രി കാണാം. സി യു, ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.